ഇപ്പോഴത്തെ ചൂടിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയൊരു നല്ല ജ്യൂസ് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഈ ജ്യൂസ് കുടിച്ചാൽ നമുക്ക് പിന്നെയും കുടിക്കണം തോന്നും. അതും കപ്പ് വെച്ചിട്ട്. ഞങ്ങൾ കോഴിക്കോട്ടുകാര് പൂളാന്നും പറയും. യെസ്, കപ്പ ജ്യൂസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. വെൽക്കം ടു സോൾട്ട് മാംഗോ ട്രീ. കപ്പ ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് കപ്പയാണ്. മീഡിയം സൈസുള്ള ഒരു കപ്പയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കപ്പയുടെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. കപ്പ കട്ട് ചെയ്യുന്ന സമയത്ത് ഓവർ ചെറുതാക്കണം എന്നില്ല. നമ്മൾ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി. അങ്ങനെ ഇപ്പോൾ നമ്മളെടുത്ത് കപ്പ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജ്യൂസ് ഉണ്ടാക്കുന്നതിന് മുൻപ് നമ്മുടെ കപ്പ നന്നായിട്ടൊന്ന് വേവിക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ കത്തിച്ച് നമ്മുടെ കുക്കറിലാണ് കപ്പ വേവിക്കാൻ വെക്കുന്നത്. അതിനാദ്യം നമുക്ക് കപ്പ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ കപ്പ എടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കപ്പ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ 2 വിസിൽ തന്നെ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കപ്പയുടെ ചൂടൊന്ന് മാറിയ ശേഷം നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ചൂട് മാറിയ കപ്പ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് നല്ല കട്ടി പാലാണ്. അതും ജാറിലേക്ക് ഒഴിക്കാം. നെക്സ്റ്റ് പഞ്ചസാര. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് മിൽക്ക് മെയ്ഡ്. അതും നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എൻ്റെ ഒരു മധുരത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ജ്യൂസിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള കപ്പ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മുടെ കപ്പ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസിന്റെ മുകൾ ഭാഗത്തും നമുക്ക് കുറച്ച് കാഷ്യൂ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഫൈനലി നമ്മുടെ കപ്പ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണ നമ്മളിത് കുടിച്ചു നോക്കിയാൽ വീണ്ടും നമുക്ക് കുടിക്കണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ജ്യൂസാണിത്. എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.